ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷഹീറ സെമ്മർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു കസ്റ്റമർ ഒരു പോൾ ബീഡ് എംബ്രോയിഡറി വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ഏലൈൻ കട്ടിൽ തയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ലെങ്ത് വേണ്ടത് 47 ഇഞ്ചാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ അതിൻ്റെ കൂടെ ഒരു പലാസോ ബോട്ടവും പറഞ്ഞിരുന്നു കേട്ടോ. വിത്ത് ലൈനിങ് ആയിട്ടാണ് രണ്ടും ചെയ്യാൻ പറഞ്ഞത്. എന്നാൽ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു അമളി പറ്റിയത് മനസ്സിലായത് കേട്ടോ. ഈ മെറ്റീരിയലിൻ്റെ വിട്ട് വരുന്നത് വെറും 43 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളവരായതുകൊണ്ട് 47 ഇഞ്ചിലാണ് അവർക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡിലാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് യോക്ക് കട്ടിങ് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ചെയ്തിട്ടുള്ളത് പാനൽ കട്ട് മോഡലിലാണ്. യോക്ക് കട്ടിങ് കൊടുത്തിട്ട് വീനക്കൊക്കെ പാറ്റേൺ ചെയ്തിട്ട് സ്ലീവിൻ്റെ അറ്റത്ത് ഫുൾ വർക്ക് വരുന്ന രീതിയിലും, അതുപോലെ തന്നെ താഴെ വർക്ക് പാനൽ കട്ട് ചെയ്തിട്ട് താഴത്തെ വർക്ക് കട്ട് ചെയ്യാതെ അതിൻ്റെ തൊട്ട് മോള് വരെ കട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മോഡൽ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഷോളും കൊണ്ടുവന്നിരുന്നു കേട്ടോ. മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഷോള്. അതിൻ്റെ രണ്ട് സൈഡിലും വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഷോളിൽ നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്തു കൊടുക്കേണ്ടി വന്നില്ല. അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൂടാതെ പലാസോ വന്നിട്ടുണ്ടായിരുന്നത് പ്ലെയിൻ മെറ്റീരിയൽ, സെയിം മെറ്റീരിയൽ തന്നെ പ്ലെയിൻ ഫാബ്രിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്രേപ്പ് ലൈനിങ്ങും കൊണ്ടുവന്നിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ വിത്ത് ലൈനിങ് ആയിട്ട് പലാസോ ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവരുടെ തന്നെ ഒരു മെറ്റീരിയലും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.